ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഒരു ഡേ ഫുള്ളൊന്നും കാണിക്കുന്നില്ല, ഒരു ഈവനിങ് വരെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. ഉച്ച കഴിഞ്ഞ് വ്ളോഗൊന്നും എടുത്തില്ല, കാരണം നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാനും സുട്ടുവും മാത്രമേ ഉള്ളൂ ഇന്ന് വീട്ടിൽ. അപ്പോൾ സുട്ടു നല്ല ഫാനിൻ്റെ തണുപ്പത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് പൊതിച്ച് മൂടി കിടക്കുക കേട്ടോ. അവന് നല്ല തണുപ്പ് വേണം, എന്നാലേ അവൻ നല്ല വൃത്തിക്ക് ഉറങ്ങത്തുള്ളൂ. അതല്ല ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് അവൻ നൈറ്റ് അങ്ങനെ ഉറങ്ങാറില്ല. രാവിലെ ഒരു 5 മണി തൊട്ട് ഉറക്കം സ്റ്റാർട്ട് ചെയ്യുന്ന അവൻ്റെയും കേട്ടോ. എന്നിട്ട് ഞാൻ വൈകുന്നേരം രാത്രി കുടിക്കാൻ വെച്ചിരുന്ന വെള്ളം കുറച്ചെടുത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു, ജീരകവെള്ളം കേട്ടോ. അപ്പോൾ ഇത് ഡോക്ടർ പ്രത്യേകം പറഞ്ഞതാ, ജീരകവെള്ളം കുടിക്കുന്നതാണ് നല്ലതെന്ന്. അങ്ങനെ പിന്നെ അതൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. സുട്ടുവിൻ്റെ കൂടെയുള്ള കുശലൊക്കെ കഴിഞ്ഞിട്ട് നേരെ കിച്ചണിലോട്ടായിരുന്നു. ഈ ഒരു മുട്ട തിളപ്പിക്കല്ല വാട്ടാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് സുട്ടു എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. സുട്ടു എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അവന് ഫുഡ് കഴിക്കണം. അതാണ് പിന്നത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്, എങ്ങനെയെങ്കിലും ഈ റൂം തുറക്കുക, അതിൽ നിന്ന് ഫുഡ് എടുത്ത് തരാൻ വേണ്ടിയുള്ള പ്രയത്നം കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ എണീറ്റ് കഴിഞ്ഞ് ഫുഡൊക്കെ ഓൾറെഡി രാവിലെ എണീറ്റ് 5 മണിക്കോ 6 മണിക്കായിട്ട് ഫുഡ് കൊടുത്തിട്ടാണ് പുള്ളി പോയത്. എന്നിട്ട് പിന്നെയും ഞാൻ വീണ്ടും ഞാൻ കൊടുക്കണം. അത് കഴിഞ്ഞ് പിന്നെയും ഞാൻ കിച്ചണിൽ കയറി എനിക്ക് അനാറ് അതുപോലെ തന്നെ ഏത്തക്ക ഇന്ന് ഞാൻ വഴട്ടിയില്ല കേട്ടോ. ഇന്ന് വെറുതെ ഇങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഡെയിലി ഇന്ന് വാട്ടിയ ഏത്തക്ക കഴിക്കുന്ന കേട്ടോ. പക്ഷെ ഇന്നൊരു ചേഞ്ചിന് വേണ്ടി ഞാനിങ്ങനെ കളർഫുള്ളാക്കി എൻ്റെ കുഞ്ഞി പാത്രത്തിൽ വെച്ച് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് കഴിക്കുന്നതിന് മുന്നേ തന്നെ എനിക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഇപ്പോഴും ആ ഒരു മൊത്തത്തിൽ ഒന്നും മാറിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പ്രത്യേകം ഡോക്ടർ പറഞ്ഞിട്ടുള്ളതാണ്, വോമിറ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം വോമിക്കൻ്റെ കേട്ടോ. അപ്പം അത് ഇതുപോലെ നാക്കിലിങ്ങനെ വെക്കണം. അങ്ങനെ അത് കഴിഞ്ഞു. സുട്ടുവിൻ്റെ കളിയൊക്കെ കണ്ടിട്ട് നേരെ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി കയറി. എനിക്ക് ജീരകം ഇട്ട് വെള്ളം തിളപ്പിക്കുന്ന കേട്ടോ. അങ്ങനെ അത് തിളപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ടൈമറൊക്കെ വെച്ചിട്ട് വന്നിട്ട് ഞാൻ ഈ ഒരു സംഭവം അരിഞ്ഞു വെച്ചത് കഴിക്കുവാണ്. എനിക്കിപ്പോൾ ഇത് പണ്ടത്തെ പോലെ സ്പീഡിൽ അങ്ങനെ എടുത്ത് കഴിക്കാനൊന്നും പറ്റത്തില്ല, പതിയെ ഇരുന്ന് കഴിക്കണം കേട്ടോ. അതിനുശേഷം പിന്നെ മെയിൻ കലാപരിപാടി എന്ന് പറയുന്നത് പഴയ ഡയറി എടുത്ത് വായിക്കുക, എന്തെങ്കിലുമൊക്കെ ഡയറിയിൽ ഡെയിലി എഴുതി വെക്കുക. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ മെയിൻ പരിപാടികൾ കേട്ടോ. നേരത്തെ ഡയറി എഴുതുന്നതുകൊണ്ട് അതിരുന്ന് വായിക്കുമായിരുന്നേ. അത് കഴിഞ്ഞിട്ട് പിന്നെയെന്ന് പറയുന്നത് കിച്ചണിൽ കയറി ചോറൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വടിച്ചു വെച്ചു. പിന്നെ തലേന്ന് ഫ്രഞ്ച് ഫ്രൈസ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ ഞാൻ കുറച്ചെടുത്ത് കഴിച്ചു. ഈ ഒരു സ്പേസ് ഉണ്ടല്ലോ, അപ്പോൾ ഇത് സുട്ടുവിൻ്റെ കളിസ്ഥലമാണ്. പക്ഷെ അവൻ ഇതിൽ ഉറങ്ങാൻ മാത്രമേ കയറാറുള്ളൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നടക്കാൻ വേണ്ടി അവൻ്റെ റൂമിൽ എൻ്റെ റൂമിലോട്ടുമായിട്ട് ജസ്റ്റ് ഒന്ന് നടക്കാൻ വേണ്ടി വന്ന് ഇവൻ എൻ്റെ പുറകിൽ വെച്ച് പിടിക്കണം കേട്ടോ. എൻ്റെ കൂടെ അവന് നടക്കുമായിരുന്നു. ഒരു ദിവസത്തിൻ്റെ പകുതി ഇവനുമായിട്ട് ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ ടൈം പോകുന്നത് അറിയത്തില്ല കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വഴുതനങ്ങയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഫ്രൈ ചെയ്തത്. അങ്ങനെ അതുമായിട്ടൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ ഒരു ഉറക്കമായിരുന്നു ഞാനും സുട്ടും. ഉറങ്ങി എണീറ്റപ്പോൾ ഇതായിരുന്നു അവസ്ഥ. നല്ല ഇരുണ്ട് മൂടി മഴയും ഇടിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ബൈ.